സ്വർണ്ണപ്പാളിയിൽ മലയോളം ദുരൂഹത. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിന്റെ സത്യം പുറത്തെത്തിക്കാനുള്ള റിപ്പോർട്ടർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ബംഗളൂരുവിലെത്തിയ റിപ്പോർട്ടർ പ്രതിനിധി അഭിജിത്ത് മുഴക്കുന്ന് കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. സ്വർണം പൂശിയ വസ്തു ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിൽ എത്തിച്ചുവെന്ന് സ്ഥിരീകരിക്കുകയാണ് ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിലെ ഭാരവാഹി. ശ്രീകോവിലിന്റെ വാതിൽ എന്നറിയിച്ചാണ് ഇതെത്തിച്ചതെന്നും വിശ്വംഭരൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഭക്തജനങ്ങൾക്ക് സ്വർണം പൂശിയ വസ്തു കാണാനുള്ള അവസരം ഒരുക്കിയെന്നും വിശ്വംഭരൻ വ്യക്തമാക്കി. പ്രതികരണം കേൾക്കാം. ഇവിടെ കൊണ്ടുവന്നത് ശബരിമലയിലെ മെയിൻ ഡോർ എന്ന് പറഞ്ഞത് ഇവിടെ കൊണ്ടുവന്ന് പബ്ലിക്കിനെല്ലാം കാണിച്ചിട്ട് അന്ന് രാത്രി തന്നെ പാക്ക് ചെയ്തു. അത്രേ എനിക്കറിയാവുള്ളൂ. അതിനുശേഷം ഇവിടെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആകാത്ത കൊണ്ട് ഇവിടുന്ന് വിട്ടുപോയി. അവിടുന്ന് നേരെ പോയത് ശബരിമലയ്ക്കാണ്. അമ്പലമായിട്ട് ബന്ധപ്പെട്ട വേറെ സാധനങ്ങളൊന്നും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ശബരിമലയിലെ വാതിലെന്നും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് അപ്പോൾ ഭഗവാനുള്ളവരുടെ വിശ്വാസം കൊണ്ട് നമ്മളിവിടെ അത് അലവ് ചെയ്തു. ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. പിറ്റേ ദിവസം ആന്ധ്രയിൽ നിന്ന് ഒരാൾ വന്നിരുന്നു ഇവിടെ. അവരുടെ ജ്യേഷ്ഠനാണ് ഇതോ ഉണ്ടാക്കിയതെന്നും പറഞ്ഞു. അത് എവിടെയെന്ന് ചോദിച്ചു. ഞാൻ ഇന്നലെ ഒരാൾ കൊണ്ടുവന്ന് ഇവിടുന്ന് എല്ലാവരെയും കാണിച്ചിട്ട് കൊണ്ടുപോയെന്ന് പറഞ്ഞു. അത്രയും. ഉണ്ണികൃഷ്ണന് ഒരു രമേശൻ റാവു എന്നൊരാളുണ്ടായിരുന്നു. പിന്നെ ഒരു സ്വാമിജി, ഒരു 3 പേരും കൂടെ ഇവിടെ കൊണ്ടുവന്നു. തീർന്നില്ല. ശബരിമലയിൽ നിന്ന് തങ്ങൾക്ക് ലഭിച്ചത് ചെമ്പുപാളി എന്നുറപ്പിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹസ്പോൺസർമാർ. പാളിയിൽ സ്വർണം പൂശാൻ കഴിഞ്ഞത് ഭാഗ്യമെന്ന് കരുതുന്നതായും സ്പോൺസർമാരായ രമേശ് റാവുവും അനന്ത സുബ്രഹ്മണ്യവും പ്രതികരിച്ചു. ദ്വാരപാലക ശില്പം പൊതിയാൻ താൻ സ്വർണം നൽകിയെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് സ്വർണം നൽകിയതെന്നും രമേശ് റാവുവും വ്യക്തമാക്കി. കേൾക്കാം. இந்த மாதிரி ஒரு ஆஸ்பர்னிசிட்டி வந்துக்குதான்ட்டு உன்னிகிருஷ்ணன் எங்களுக்கு சொன்னார். சமயம் பார்க்குற யோசனை பண்ணி நான் பார்க்குறேன், எனக்கெல்லாம் ஆனால் நான் பண்ணுறேன்னு சொன்னேன். ஓகே, எனக்கு வீட்டில் டிஸ்கஸ் பண்ணேன். எனக்கு ஒரு புண்ணியம் வந்துக்குது, நான் பண்ணலான்னு சொல்லிட்டு உன்னிகிருஷ்ணனுக்கு நான் கமிட்மெண்ட் ஆனேன் சார். இந்த மாதிரி துவாரகா பாலகா இது இருக்குது ரமேஷா, அது கோல்டில் பண்ணலன்னு சொல்லிங்கிறாங்க. உங்களுக்குள்ள என்னதான் எவ்வளோ சார், நான் கமிட் ஆக மாட்டேன். என்கிட்ட எவ்வளோ நான் கொடுக்குறேன் சார். அதை பற்றி நம்மளுக்கு எதுவுமே தெரியாது சார். அது காப்பரா கப்புனாவா ஸ்டீலா அலுமினியமா நம்மளுக்கு எதுவுமே தெரியாது. நம்மளுக்கு கோல்டு பண்ணித்தரேன்னு சொன்னாங்க. கோல்டு நான் பண்ணித்தரேன்னு சொன்னேன் சார். நான் கம்பெனி கொடுத்தேன் சார். கோல்டு சார். கோல்டு கம்பெனி கொடுத்தேன் சார். ப்ரெஸ்காரங்களா டிவியெல்லாம் பார்த்துங்கிறேன். எனக்கு இவ்வளோ ரெஸ்பெக்ட் இருக்குது மார்க்கெட்டில். நான் ஒரு பிஸ்னஸ் மேனு. எனக்குள்ள ஒரு ரொம்ப ஃபீல் ஆகிக்குது சார். என்னடா ஐயாப்பா இந்த மாதிரி நான் தானே பண்ணிட்டு வந்துருக்கிறேன், இத்தனை வருஷம் அன்னதானம் பண்ணிங்கிறேன், நான் இந்த மாதிரி ஆயிடுச்சலான்னு சொல்லிட்டு எனக்கு ஒரு ஃபீல் இருக்குது சார். അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത്, ഗുഡ് ഈവനിങ്. അഭിജിത്ത്, ബംഗളൂരുവിൽ അഭിജിത്ത് പോയതിനു ശേഷം വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ബ്ലേഡ് പലിശയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരാളായിരുന്നുവെന്നും ആ രീതിയിലുള്ള വ്യവസായി അല്ലായിരുന്നുവെന്നും മനസ്സിലായി. സ്വന്തം പൂശിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്കല്ലെന്ന് മനസ്സിലായി. ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റ് അയ്യപ്പ ഭക്തരിൽ നിന്ന് രമേശ് റാവു, അനന്തപത്മനാഭൻ തുടങ്ങിയവരുടെ പിന്തുണയോട് കൂടിയാണത് പൂശിയതെന്ന് മനസ്സിലായി. പക്ഷേ അതിനേക്കാളേറെ നമ്മളെ ഞെട്ടിച്ചത് ശ്രീരാംപൂർ ക്ഷേത്രത്തിൽ ശബരിമലയിലെ വാതിൽ എന്ന് പറഞ്ഞൊരു വ്യാജവാതിൽ കൊണ്ടുപോയി പൂജിച്ചു. പിന്നെ ഈ പീഠമാണെന്ന് തോന്നുന്നു സ്വർണം പൂശിയൊരു വസ്തു അവിടെ കൊണ്ടുവന്നു തുടങ്ങിയത് ഇപ്പോൾ നമ്മളോട് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ശ്രീരാംപൂരിലെ അയ്യപ്പ ഭക്തനായിട്ടുള്ള അവിടുത്തെ ക്ഷേത്രം ഭാരവാഹി. അല്ലേ, എന്തൊക്കെയാണ് നമുക്ക് ബംഗളൂരുവിൽ കണ്ടെത്താൻ സാധിച്ചത് അഭിജിത്ത്? അരുൺകുമാർ, ഗുഡ് ഈവനിങ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശബരിമലയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ചില ഇടപാടുകൾ അത് ബംഗളൂരുവിലും കൂടി കൊണ്ടുചെന്ന് അതുമായി ബന്ധപ്പെട്ട മറ്റ് ചില ഇടപാടുകൾ നടത്തുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തത് എന്നുള്ളതാണ്. അത് സ്ഥിരീകരിക്കുന്ന ചില പ്രതികരണങ്ങളാണ് ബംഗളൂരുവിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. ഏതാണ്ട് 10 വർഷത്തിലധികം കാലം പൂജാരിയായി ഈ ശ്രീരാംപുരയിലെ ക്ഷേത്രത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ജോലി ചെയ്തിട്ടുണ്ട്. അതായത് ഈ ക്ഷേത്രവുമായി ഇയാൾക്കൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ശബരിമലയിലേത് എന്ന് വിശ്വസിപ്പിച്ച് സ്വർണം പൂശിയ ഒരു വസ്തു ഈ ക്ഷേത്രത്തിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവരുന്നത്. അത് ശ്രീകോവിലിൻ്റെ വാതിൽ എന്നാണ് ക്ഷേത്രം ഭാരവാഹികളെ അറിയിച്ചത്. അങ്ങനെ അവരുടെ കൂടി ആശീർവാദത്തോടു കൂടി അത് അവിടെ പൂജ നടത്തുന്നു, ഭക്തജനങ്ങൾക്ക് കാണാനുള്ള അവസരമൊക്കെ ഒരുക്കുന്നു. ആ ഘട്ടത്തിലൊക്കെ തന്നെ ഈ ക്ഷേത്രം ഭാരവാഹികൾ വിശ്വസിച്ചിരുന്നത്
അത് ശബരിമലയിലെ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ്. അങ്ങനെയാണ് അതിനൊരു അനുമതി ഈ ക്ഷേത്രം ഭാരവാഹികൾ കൊടുക്കുകയും ചെയ്തത്. അത് സ്വർണം പൂശിയ വസ്തു എന്ന് തന്നെ വിശ്വസിപ്പിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എത്തിച്ചത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ദുരൂഹമായ ഒരു കാര്യം അരുൺകുമാർ, ഇങ്ങനെ പല കാര്യങ്ങളും ഇയാൾ ഈ ബംഗളൂരുവിലേക്ക് എത്തിച്ചിട്ടുണ്ടോ, അതിൻ്റെ മറവിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു കണ്ടെത്തലിലേക്ക് നേരത്തെ വിജിലൻസ് കൂടി എത്തിയിട്ടുണ്ട്. കാരണം ഈ സ്വർണ്ണപ്പാളികൾ ഈ സ്വർണം പൂശാൻ വേണ്ടി ചെന്നൈയിലേക്ക് എത്തിക്കുന്നതിന് ഏതാണ്ട് 39 ദിവസത്തെ ഇടവേളയുണ്ടായിട്ടുണ്ട്. ഈ ഇടവേളയിൽ ഇയാൾ ഈ സ്വർണ്ണപ്പാളികൾ ബംഗളൂരുവിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരം അത് വിജിലൻസിന് കണ്ടെത്താനായി കഴിഞ്ഞിട്ടുണ്ട്. ഈ ക്ഷേത്രം ഭാരവാഹികളുടെ പ്രതികരണം കൂടി വരുന്നതോടുകൂടി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാകാം എന്ന കാര്യത്തിന് ഒരു വ്യക്തത വരികയാണ് അരുൺകുമാർ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അത് ഈ സ്പോൺസർമാരുമായി ബന്ധപ്പെട്ടാണ്. തങ്ങൾക്ക് ലഭിച്ചത് ചെമ്പുപാളിയാണ് എന്ന് ഈ സ്പോൺസർമാർ സ്ഥിരീകരിക്കുകയാണ്. ആ ചെമ്പുപാളിയിൽ തങ്ങൾ സ്വർണം പൂശുകയാണ് ഉണ്ടായത്. ഭഗവാനെ സേവിക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി കരുതുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു സംശയം അരുൺകുമാർ, 1998-99 സമയത്ത് വിജയ് മല്യ ഇത് മുഴുവൻ സ്വർണം പൂശിയിട്ടുണ്ടെങ്കിൽ 2019 അതെങ്ങനെ ചെമ്പുപാളിയായി എന്നുള്ളതാണ്. ദേവസ്വത്തിന്റെ രേഖകളിൽ അതെങ്ങനെ ചെമ്പുപാളിയായി എന്നുള്ളതാണ്. അപ്പോൾ ദേവസ്വം ബോർഡ് കൂടി ഇക്കാര്യത്തിൽ ഉത്തരം പറയാൻ ബാധ്യസ്ഥമാണ് അരുൺകുമാർ. ഓക്കെ, താങ്ക് യു അഭിജിത്ത് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം, അന്ന് വിജയ് മല്യ സ്വർണം പൂശിയതിനു ശേഷം 2019 ആകുമ്പോഴേക്കും അതിൻ്റെ സ്വർണം പൂശിയതിന് മങ്ങൽ സംഭവിച്ചുവെന്നും പിന്നീട് അത് ചെമ്പുപാളിയായി പൂശാൻ കൊണ്ടുപോയി എന്നുള്ളതാണ് മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മഹസറിൽ തന്നെ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ സ്വർണം 397 ഗ്രാം മാത്രമാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 50 പവനിൽ താഴെ, 49 പവൻ മാത്രമേ ഉള്ളൂ. ബാക്കി 42 കിലോഗ്രാമും ചെമ്പുപാളിയാണ്. 14 പാളികളായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.